ഹലോ, നമസ്കാരമുണ്ട്. വെൽക്കം ടു മലയാളം മൂവി പോഡ്കാസ്റ്റ്. മലയാളം മൂവി പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അതായത് വിഷ്വലായിട്ട് ഞാൻ സംസാരിക്കുന്നത് കേൾക്കുന്നതിനെക്കാട്ടും പോഡ്കാസ്റ്റായിട്ട് കേൾക്കുകയാണെങ്കിൽ ദാറ്റ് വുഡ് ബി ബെറ്റർ എന്നുള്ളൊരു ഫീലിങ്ങും എനിക്ക് ഉള്ളതുകൊണ്ടാണ്. ബട്ട് ഐദർ വേ യു ക്യാൻ വാച്ച്. അപ്പം സ്പോട്ടിഫൈയിൽ നിങ്ങൾക്ക് പോഡ്കാസ്റ്റ് കേൾക്കാം, അല്ലെങ്കിൽ യൂട്യൂബ് മ്യൂസിക്കിൽ മലയാളം മൂവി പോഡ്കാസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോഡ്കാസ്റ്റ് കേൾക്കാം. ആപ്പിൾ പോഡ്കാസ്റ്റ് കേൾക്കാം, എവിടെ വെച്ച് ഏതെങ്കിലും പോഡ്കാസ്റ്റുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ കേൾക്കാം. എല്ലാ ആഴ്ചയും ഞാൻ കാണുന്ന സിനിമകളുടെ ഒരു റൗണ്ടപ്പ്, എന്തൊക്കെ സിനിമകൾ കണ്ടു, എങ്ങനെയാണ് ആ സിനിമകൾ കണ്ടതിൽ അത് എന്നെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു, എന്തൊക്കെ എനിക്ക് ആ സിനിമകൾ കണ്ടപ്പോൾ തോന്നി എന്നുള്ള കാര്യങ്ങൾ കൂടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു റിവ്യൂ ആയിട്ട് നിങ്ങൾ ഇതിനെ എടുക്കണ്ട. ദിസ് ഇസ് മോർ ഓഫ് എ കോൺവെർസേഷൻ, റാദർ ദിസ് ഇസ് മോർ ഓഫ് എ ടോക്ക് അബൌട്ട് മൂവീസ്. ഈ ആഴ്ച ഞാൻ 4 സിനിമ തിയേറ്ററിൽ പോയി കണ്ടു. OTTയിൽ ഞാനൊരു സിനിമ കണ്ടു, പിന്നെ 2 സീരീസും കണ്ടു. അപ്പോഴാണ് ആലോചിച്ച് നോക്കുന്നത്, ധാരാളം സമയം മോനെ സിനിമ കാണാൻ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടല്ലോ ഈ ആഴ്ച എന്നുള്ളത്. ഇത്രയും സമയം സിനിമ കാണാൻ വേണ്ടി ചിലവാക്കണോ എന്നുള്ളൊരു ചോദ്യം എന്നോടന്നെ വരുന്നുണ്ട്. ഇതിൽ 2 സിനിമ മലയാളമാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു മലയാളം സിനിമ വെച്ചിട്ടാണ് തുടങ്ങാം. മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയാണ്. നിവിൻ പോളി അഭിനയിക്കുന്ന, ധ്യാൻ ശ്രീനിവാസൻ അതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് എന്നാണ് പറയുക ഒക്കെ. ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതിനെപ്പറ്റി ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു. അപരവൽക്കരണത്തിനെ അതിജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ കഥ എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ആ സിനിമ കണ്ടപ്പോൾ. അപരവൽക്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിങ്, ഒരാളെ അപരനാണെന്നുള്ളത്, വേറൊരാളാണെന്നുള്ളത്, അപരവൽക്കരിക്കുക, അതർ സമ്മൺ. ജാതിയുടെ, മതത്തിൻ്റെ, രാഷ്ട്രീയത്തിൻ്റെ, ഭാഷയുടെ, ദേശത്തിൻ്റെ, വേഷത്തിൻ്റെ, ഭക്ഷണത്തിൻ്റെ, എന്തിൻ്റെയൊക്കെ കാര്യത്തിലായാലും മറ്റൊരു വ്യക്തിയെ നമ്മളിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും നമ്മൾ അവരിൽ നിന്നും വ്യത്യസ്തമാണ് എന്നും നമ്മൾ എന്തോ മുകളിലാണ്, താഴെയാണ്, ഇത് ഇങ്ങനെയൊക്കെയുള്ള തട്ടിലൊക്കെ ഇതാക്കുന്ന അങ്ങനത്തെ ചില സംഭവങ്ങളിൽ നിന്നുണ്ടാവുന്ന ഒരു മിസ്ട്രസ്റ്റ്, വിശ്വാസമില്ലായ്മ ആൾക്കാരോട്. അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് വിശ്വാസമില്ലെങ്കിൽ, ട്രസ്റ്റ് ഇല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ബന്ധങ്ങളൊക്കെ ഈ ട്രസ്റ്റിൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ മിസ്ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് രാഷ്ട്രീയം കൊണ്ട്, മതത്തിൽ കലർത്തിയ രാഷ്ട്രീയം, രാഷ്ട്രീയത്തിൽ കലർത്തിയ മതം, ഇങ്ങനെയൊക്കെയുള്ള സംഭവം. അപ്പം അങ്ങനത്തെ ഒരു തീമാണ് സംഭവം. അങ്ങനെ അപരവൽക്കരണം സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ അതിജീവിക്കാൻ മനുഷ്യൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതാണ്. നമ്മളൊക്കെ ഈ അപരവൽക്കരണത്തിൻ്റെ ഇരകളാണ്, അല്ലെങ്കിൽ അത് നടത്തുന്ന ആൾക്കാരാണ്. ചില സമയത്ത് നമ്മൾ ചില വ്യക്തികളെ അപരവൽക്കരിക്കും, അവർ കുറച്ച് ആൾക്കാരെ കൂടിയിട്ട് നമ്മളെ അപരവൽക്കരിക്കും, ഒക്കെ ആകെ കൂടിയിട്ട്. പക്ഷേ ഫണ്ടമെൻ്റലി നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ. രാഷ്ട്രീയം എന്തായാലും, മതം എന്തായാലും, ജാതി, ഇത് എന്ത് കാര്യം പറഞ്ഞാലും മനുഷ്യൻ തന്നെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ അല്ലേ? കാണാനൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും, പക്ഷെ എന്നാലും ഇതൊക്കെ തന്നെ ഒരേപോലെ തന്നെയാണ്. എന്തിനാണ് പിന്നെ ഈ വ്യത്യാസങ്ങൾ? അപ്പോൾ അങ്ങനത്തെ തീം വെച്ചിട്ടൊരു സിനിമ എടുക്കുന്ന സമയത്ത് നമ്മളത് ചിന്തിപ്പിക്കാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഈ സിനിമ തമാശ ഉണ്ട് കേട്ടോ. സിനിമയിൽ തമാശ ഉണ്ട്. എനിക്ക് നിവിൻ പോളിയുടെ അഭിനയം കുറേ കാലമായി. നിവിൻ പോളിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റേ നിവിൻ പോളിൻ്റെ നിവിൻ പോളി എന്നുള്ളതിന് എന്താണ് മോളി അല്ലേ, നിതിൻ മോളി, അങ്ങനെ ഒരു ക്യാരക്ടറായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ. അപ്പം ദിസ് ഒബ്വിയസ്ലി ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി ഫോർ ഹിം ടു മേക്ക് എ കം ബാക്ക്. നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇവരുടെ ഒരു ഡാൻസും പാട്ടും കണ്ടപ്പോൾ ഇത് പണ്ടത്തെ മാതിരി കാണിക്കുന്നുണ്ടല്ലോ, ഒരു ലേശം ക്രിഞ്ചാണല്ലോ എന്ന് എനിക്ക് തോന്നിയപ്പം അതിലെ ക്യാരക്ടർ തന്നെ അത് ക്രിഞ്ചാണെന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് ചില സമയത്ത് ഒരു സ്പൂഫ് ലൈനൊക്കെ ഈ സിനിമയ്ക്ക് നമുക്ക് തോന്നും കേട്ടോ ചില സമയത്ത്. ബിക്കോസ് അങ്ങനെ ആരുടെ ഒരു മെസ്സേജും ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു സിനിമ കാണുന്നതിന് മുമ്പേ. എനിവേ, ഓൾ ഇൻ ഓൾ ഐ തിങ്ക് ഇന്ന് ഏറെ റെലവൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. ശരിയാണ്, ചില ആൾക്കാർക്ക് ആ സിനിമ കാണുന്ന സമയത്ത് അവരെ പറ്റിയാണോ എന്നൊക്കെ ഒരു തോന്നാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരെ അപരവൽക്കരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ പറ്റിയുള്ള സിനിമയായിരിക്കും. നിങ്ങൾ രാഷ്ട്രീയം എന്തായാലും, മതം എന്തായാലും, നിങ്ങൾ മറ്റുള്ളവരെ അപരവൽക്കരിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ്, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് അല്ല എന്നുള്ളതാണ്. നിങ്ങളുടെ രാഷ്ട്രീയം എന്തായാലും, മതം എന്തായാലും, നിങ്ങൾ ഇഫ് യു ഡോണ്ട് അതർ ഡിഫറെൻറ്റ് പീപ്പിൾ,
മാറ്റി നിർത്തില്ല. ആൾക്കാരെ ഒന്നായി കാണാതെ വി വേഴ്സസ് ദെം എന്നുള്ളതൊക്കെ ചിന്തിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളെ പറ്റിയിട്ടായിരിക്കും. എനിവേ, ഈ സിനിമയെ പറ്റി പറയുന്ന സമയത്ത് എനിക്ക് ഇപ്പോൾ നടക്കുന്നൊരു വിവാദത്തെക്കുറിച്ചും കൂടി ഒരു കാര്യം പറയാനുണ്ട്. അതായത് ഇതിൻ്റെ കഥ ഒറിജിനലി വേറൊരാളുടെ ആണെന്നും അയാൾ ആരോടൊക്കെ കഥ പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊക്കെയാണ് ഇത് കഥ. അയാൾക്ക് അതിൻ്റെ ക്രെഡിറ്റ് കിട്ടിയിട്ടില്ല. ആൻഡ് ഹി ഡിഡ്ന്റ് നോ ദാറ്റ് ഹി ഫീൽസ് ചീറ്റഡ് എന്നുള്ളതിൻ്റെ ഒരു വാർത്ത നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിഞ്ഞുകൂടാ. കുറച്ച് കാലം കഴിഞ്ഞിട്ട് നിങ്ങളിത് ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ആ സമയത്തേക്ക് ഇതൊന്നും വലിയൊരു ഇഷ്യൂ അല്ലെങ്കിൽ എൻ്റെ മെക്കിട്ട് കയറണ്ട. പക്ഷേ അത് പറയേണ്ടതും കൂടെ ആവശ്യമാണ് എന്നുള്ളതാണ്. കാരണം ഏതൊരു കലയിലും ഏതൊരു ബിസിനസ്സിലും ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്നതിലും അതിൽ സത്യസന്ധത എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിനെ പറ്റി പറയേണ്ടത്, അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കൂടെ ഒരു ആവശ്യമാണെന്ന് എനിക്ക് തോന്നുകയാണ്. അടുത്ത സിനിമ ലോങ് ഗെയിം എന്നാണ്. ദി ലോങ് ഗെയിം ഗോൾഫിനെ കുറിച്ചാണ് കഥ. നിങ്ങൾക്ക് സ്പോർട്സ് സിനിമ ഇഷ്ടമാണെങ്കിൽ, ഹിസ്റ്റോറിക്കൽ സ്പോർട്സ് ഡ്രാമ എന്ന് വേണേൽ പറയും. ഈ സിനിമയെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഹിസ്റ്റോറിക്കൽ സ്പോർട്സ് ഡ്രാമ ധാരാളം ഫുട്ബോളിനെ കുറിച്ച്, വോളിബോളിനെ കുറിച്ച്, അങ്ങനെ പല പല ഗെയിംസിനെ കുറിച്ചുണ്ട്. ഗോൾഫിനെ കുറിച്ചും ധാരാളം സിനിമകളുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല. ഇത് ഒരു 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ടുള്ള കാലമാണെന്ന് തോന്നുന്നു. ഒരു വാർ വെറ്ററൻ ആയിട്ടുള്ള ഒരാൾ ഒരു സ്ഥലത്ത്, ടെക്സസിൽ ഒരു സ്ഥലത്ത് ഒരു സ്കൂളിൽ സൂപ്പർണ്ടൻ്റായിട്ട് വരികയാണ്. അങ്ങനെ ഗോൾഫ് കളിക്കാൻ ഭയങ്കര താല്പര്യമാണ്. അയാൾ അവിടുത്തെ ഒരു വളരെ പേര് കേട്ടൊരു ഗോൾഫ് കോഴ്സിൽ ഗോൾഫ് കളിക്കാൻ വേണ്ടിയിട്ട് അയാൾക്ക് മെമ്പർഷിപ്പ് വേണമെന്ന് പറയും. അപ്പോൾ അവിടെ വെള്ളക്കാർ മാത്രമായതുകൊണ്ട് ഇയാൾ ഹിസ്പാനിക്കാണ്, സൗത്ത് അമേരിക്കനാണ്. സൗത്ത് അമേരിക്കയിൽ നിന്നും അമേരിക്കയിൽ വന്നിട്ടുള്ളവരാണ്, ഹിസ്പാനിക് എന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് അവിടെ മെമ്പർഷിപ്പ് കൊടുക്കില്ല, കാരണം ഇയാൾ വെള്ളക്കാരനല്ലാത്തതുകൊണ്ട്. അങ്ങനെ ഇയാൾ ഓക്കെ, വേറെ നിവൃത്തിയില്ല. നേരത്തെ പറഞ്ഞില്ലേ അപരവൽക്കരണമൊക്കെ ധാരാളം ഇന്നുള്ളതിനെക്കാട്ടൊക്കെ എത്രയോ പോലെ ഇന്നുണ്ട് കേട്ടോ. അപരവൽക്കരണമൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ നടക്കുന്നൊരു സിനിമയും കൂടിയാണ്. അങ്ങനെ ഇയാൾ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവിടുത്തെ കുട്ടികളാണ് ഈ ഗോൾഫ് കോഴ്സിൽ ക്യാഡി ആയിട്ട് പോവുക. ക്യാഡി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ക്യാരി ചെയ്തിട്ട് നടക്കുന്നത്, ഇതൊക്കെ ഗോൾഫിൻ്റെ ബാഗും ഒക്കെ, ഈ ബോള് എവിടെയും പോയി കഴിഞ്ഞിട്ട് അത് പറക്കി കൊണ്ടുവരിക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് ക്യാഡി. അപ്പോൾ ഇവർ ക്യാഡി ആയിട്ട് ജോലി ചെയ്തിട്ട് കുറച്ച് എക്സ്ട്രാ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ ചെയ്യും. പക്ഷേ അറ്റ് ദ സെയിം ടൈം സ്കൂൾ വിട്ട് ഒക്കെ കഴിഞ്ഞ് ശനി ഞായറൊക്കെ ഗോൾഫ് കളിക്കുകയും ചെയ്യും. അങ്ങനെ ഇവരുടെ കളി സൂപ്പർനെറ്റ് കാണുകയാണ്. സൂപ്പർനെറ്റിന് ഗോൾഫിനോട് ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ സൂപ്പർനെറ്റ് ഇവരെ വെച്ചിട്ട് ഒരു സ്റ്റുഡൻസ് ഒരു ടീം ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യണം. അങ്ങനെ ആദ്യമായിട്ടുള്ള ഓൾ ഹിസ്പാനിക് സ്കൂൾ ടീം സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യുന്നതാണ് കഥ. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇഫ് യു ലൈക്ക് സ്പോർട്സ് മൂവീസ്. കാരണം സ്പോർട്സിന് ഒരു ആൾക്കാർ ഒരുമിച്ച് വരുന്നത്, ആൾക്കാർ തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, എല്ലാത്തിൻ്റെ അവസാനം ആ ജയിച്ച വ്യക്തികളോട് എല്ലാം മറന്നിട്ട് ആൾക്കാർ അംഗീകരിക്കുന്നത്, ഒരു വിജയം അംഗീകരിക്കുന്നതിൻ്റെ വെയർ പീപ്പിൾ വിത്ത് ഈഗോ ആർ ഹംബിൾഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഐ തിങ്ക് വളരെ റെലവൻ്റ് ആണ്. സ്പോർട്സ് മൂവീസിൽ പ്രത്യേകിച്ച് ചാൻസ് കിട്ടുകയാണെങ്കിൽ കാണുക ദി ലോങ് ഗെയിം. അടുത്ത നമുക്ക് മലയാളം സിനിമയിലേക്ക് തന്നെ കിടക്കാം. അത് നടിഗർ എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മളെ ടൊവിനോ അഭിനയിച്ച സിനിമ. ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് മൂവി. എനിക്ക് ആ സിനിമ കാണുമ്പോൾ ചെറിയൊരു പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ, ഞാനൊരു 9 മണിയൊക്കെ ആകുമ്പോഴേക്കും ഉറക്കം വരുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഈ സിനിമ വളരെ ലേറ്റായിട്ട് ആ സമയത്ത് മാത്രമേ ഇവിടെ റിലീസ് ഉള്ളൂ എനിക്ക് പോകാറുള്ള തിയേറ്ററിൽ. 10 മണിക്കായിരുന്നു. 10 മണിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-2.25 മണിക്കൂർ സിനിമയാണ്. അപ്പോൾ ഒക്കെ കൂടിയിട്ട് 10 മണിക്ക് 10:30 സിനിമ തുടങ്ങിയത്. 10:30 തുടങ്ങിയിട്ട് ഒക്കെ കൂടിയിട്ട് 12 മണി കഴിഞ്ഞ് സിനിമയെ കണ്ട് തീർന്നപ്പോഴേക്കും. പക്ഷെ എന്നാലും ആ ഒരു ഭയങ്കരമായിട്ട് ഞാൻ നല്ല ഡീപ്പ് സ്ലീപ്പുള്ള സമയത്ത് പോലും കണ്ടിട്ട് ആ സിനിമ മുഴുവൻ കണ്ടു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമയുടെ എന്നെ സംബന്ധിച്ചിടത്തോളം ഗുണമേന്മ. ഞാൻ എപ്പോഴും കാണുന്നത് ഞാൻ ഉറങ്ങിക്കിടക്കേണ്ട സമയത്ത് കണ്ടിട്ട് പോലും എനിക്ക് ഉറക്കം വരാണ്ട് ആ സിനിമ മുഴുവൻ കണ്ടു എന്നുള്ളതാണ് നമ്മുടെ ഒരു തിയറി ഓഫ് ദ ക്രൈറ്റീരിയ ഇൻ വിച്ച് ഐ സേ ദ മൂവി ഈസ് ഗുഡ്. പക്ഷേ ഇപ്പോൾ ഈ 2 സിനിമ കണ്ടു, മലയാളി ഫ്രം ഇന്ത്യ ആൻഡ് നടിഗർ. ഏത് സിനിമ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക
എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ള സിനിമയാണ്. ഇടയ്ക്കിടയ്ക്ക് മലയാളി ഫ്രം അമേരിക്ക എന്ന് പറഞ്ഞു പോകുന്നുണ്ട് അറിയാണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ നടികർ ഇസ് ഈക്വലി എ ഗുഡ് മൂവി. ഐ തിങ്ക് നന്നായിട്ട് ശോഭൻ ഒക്കെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അടുത്ത സിനിമ ഞാൻ ഇത് ശരിയാണ്, 5-6 സിനിമയൊക്കെ ഇരുന്ന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പേരൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അടുത്ത സിനിമ വി ഗ്രോൺ നൗ എന്നാണ്. അതിൽ എന്തോ ഒരു ഗ്രാമാറ്റിക്കൽ പ്രശ്നം ഉണ്ടെന്നുള്ളത് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി. വി ഗ്രോൺ നൗ. എനിക്ക് ഷിക്കാഗോയിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ജനറൽ സ്റ്റോറി. 80കളിലെ ഷിക്കാഗോ ആണ് ഈ സിനിമേൻ്റെ ഒരു തീം, കാലഘട്ടം. അപ്പം ഷിക്കാഗോയിൽ പ്രോജക്ട്സിൽ താമസിക്കുന്ന 2 കുട്ടികളുടെ, അതായത് വളരെ ലോ ഇൻകം ഹൗസിംഗ് പ്രോജക്റ്റുകളിൽ താമസിക്കുന്ന 2 കുട്ടികളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 8-9 വയസ്സുള്ള 2 കുട്ടികളുടെ കഥയാണ്. അവരുടെ റിലേഷൻഷിപ്പ്, ബോണ്ടിങ്, ഇതൊക്കെയാണ്. അപ്പം അവിടെ സോഷ്യലി മാറിക്കൊണ്ടിരിക്കുക, സൊസൈറ്റി, സമൂഹം മാറിക്കൊണ്ടിരിക്കുക. അതായത് വലിയ ക്രൈമൊന്നും ഇല്ലാത്തൊരു സമൂഹത്തിൽ നിന്നും ഭയങ്കരമായിട്ടുള്ള ക്രൈമൊക്കെ ഉണ്ടാകുന്നൊരു സമൂഹമായിട്ട്, ആ പ്രദേശമായിട്ട് അത് മാറുക. നെയ്ബർഹുഡ് ഭയങ്കര ക്രൈം കൂടുതലുള്ളൊരു നെയ്ബർഹുഡായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്തെയാണ് ഈ സിനിമ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി ദ വേ ദ മൂവി ഈസ് മെയ്ഡ്. അപ്പം മുമ്പെയൊക്കെ കുട്ടികൾ പുറത്തിറങ്ങും, കളിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് ക്രൈം കൂടിക്കഴിഞ്ഞപ്പം അവരുടെ സ്കൂളിൽ അവരുടെയൊക്കെ സുഹൃത്തായിട്ടുള്ളൊരു കുട്ടി ഒരു ക്രോസ് ഫയറിൽ 2 ഗ്യാങ് മെമ്പേഴ്സ് തമ്മിലുള്ള വെടിവെപ്പിൽ മരിച്ചു പോകുന്നു, കൊല്ലപ്പെട്ടു പോകുന്നു. അപ്പോൾ അങ്ങനത്തെ സ്ഥിതിയിൽ പിന്നെ കുട്ടികൾക്ക് ആ ഫ്രീഡം നഷ്ടപ്പെടുന്നു. കുട്ടികൾ പുറത്ത് ലേറ്റായി വരുന്ന സമയത്ത് പാരൻസ് പേടിക്കുന്നു. അങ്ങനത്തെ കുറേ സംഭവം. അങ്ങനെ അതിലുള്ള 2 കുട്ടികളുടെ, അടുത്തടുത്ത് വീടുള്ള 2 കുട്ടികളുടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിലുള്ള സ്നേഹം, അവർ തമ്മിലുള്ള കണക്ഷൻ, വേർപിരിയുമ്പോൾ ഉണ്ടാകുന്ന വിഷമം, അങ്ങനത്തെ കുറിച്ച് വളരെ വളരെ ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് അറ്റ് ദ വേൾഡ് എന്ന് വേണേൽ പറയാം. പക്ഷെ അതേസമയം വേൾഡിൽ ക്രൈം കൂടിക്കൊണ്ടിരിക്കുന്ന ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. വി ഗ്രോൺ നൗ. ചിലപ്പം അത് ഉദ്ദേശം തന്നെ വി ഗ്രോൺ നൗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ വളർന്നിരിക്കുന്നു എന്ന് പറയുന്നതായിരിക്കാം മതി. കുട്ടികൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്, പെട്ടെന്ന് അങ്ങോട്ട് വളർന്നു എന്നുള്ളൊരു തോന്നല്. കാരണം അത്രയും നേരം കുട്ടികളാണ് എന്ന് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് അവരുടെ ചുറ്റുപുറത്ത് നടക്കുന്ന പല കാര്യങ്ങൾക്കും പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കേണ്ടി വരുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ എണീക്കുമ്പോഴേക്കും അവരങ്ങ് വളർന്നു എന്നുള്ളത് സ്വയം തോന്നുന്ന മാതിരി. സോ ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി ഇഫ് യു വാണ്ട് ടു വാച്ച്. അടുത്ത OTTയിലുള്ള ഒരു സീരീസ്, 2 സീരീസിൻ്റെ കാര്യം പറയാം. ഹിന്ദിയാണ്, 2 ഞാൻ ഹോട്ട്സ്റ്റാറിലാണ് കണ്ടത്. ഒന്ന് നൈറ്റ് മാനേജർ എന്ന് പറഞ്ഞ സംഭവം. ആദിത്യ റോയ് കപൂർ, അനിൽ കപൂർ ഒക്കെ അഭിനയിക്കുന്ന ഒരു സ്പൈ, ഒരു അണ്ടർവേൾഡ് ക്രൈം, സ്പൈ, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടുള്ള ഒരു സിനിമയാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. 8 എപ്പിസോഡ് 9 എപ്പിസോഡാണ്. അനിൽ കപൂർ വില്ലനാണ്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കിയാൽ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു വളരെ ത്രില്ലിംഗ് മൂവി കാണുന്ന മാതിരി നമുക്ക് കണ്ടിരിക്കാം. അടുത്തത് ആര്യ എന്ന് പറഞ്ഞിട്ട് നമ്മളെ സുഷ്മിത സെൻ അഭിനയിച്ച 3 സീസണിലായിട്ടുണ്ടായിരുന്ന. ആദ്യത്തെ സീസൺ ഞാൻ പണ്ടെപ്പോഴും കണ്ടിട്ടുണ്ട്. പിന്നെ ഇരുന്നിട്ട് 2ാമത്തെ സീസണും 3ാമത്തെ സീസണും കണ്ടു. 16 എപ്പിസോഡ് പറ്റാം. എല്ലാം കഴിഞ്ഞ ആഴ്ച കണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അതിന് മുമ്പേ തുടങ്ങിയിട്ടുണ്ട് ഈ സീരീസ് കാണലൊക്കെ. കാരണം അല്ലെങ്കിൽ വേറൊരു പണി കാണാതെ ഞാൻ സിനിമ കാണൽ മാത്രമായിരിക്കും എന്നുള്ളൊരു ധാരണ ഉണ്ട്. അല്ല, അങ്ങനെ അത് നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഇത് ഒരു ഡ്രഗ് മാഫിയ, റഷ്യൻ മാഫിയ ഇതൊക്കെ കൂടിയിട്ട് കലർത്തി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ എടുക്കുന്നൊരു സാധനം. അവസാനം കുറച്ചൊരു ഭയങ്കര ഓവർലി ഡ്രമാറ്റിക് ആയിട്ട് സംഭവത്തിന് എടുത്തു എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് എപ്പിസോഡിൻ്റെ അവസാനത്തെ കൊണ്ടുപോയി അടിപൊളിയായിട്ട് കൊണ്ട് അവസാനം കൊണ്ട് കലമുടച്ചു എന്ന് പറയില്ല, അതേമാതിരിയുള്ളൊരു ഫീലിംഗ് എനിക്ക് ഫോർ സം റീസൺ തോന്നി. ബട്ട് ആ മൂവി മൊത്തമായിട്ട് എനിക്ക് ഐ തിങ്ക് ദ സീരീസ് ഐ റിയലി എൻജോയ്ഡ്. പിന്നുള്ളതൊരു ഇംഗ്ലീഷ് സിനിമയാണ് ദ സ്ക്വിഡ് ആൻഡ് ദ വെയിൽ. ജെഫ് ഡാനിയൽസ് ഒക്കെയാണ് അഭിനയിക്കുന്നത്. ആൻഡ് ഐ തിങ്ക് ആ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ബുദ്ധിജീവി ഭോഷ്ക്ക്
എന്ന് വേണമെങ്കിൽ പറയാം. ചില ആൾക്കാർക്ക് ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ളൊരു ഈഗോ വെച്ചിട്ടുള്ളൊരു താനെന്തോ ക്യാമറ എന്ന് വിചാരിക്കുന്ന ഒരു ഇതാണ്. അതിപ്പം ഒരു ഫാമിലിയുടെ കഥയാണ്. ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ളൊരു നോവലിസ്റ്റാണ് അച്ഛൻ. അമ്മയും എഴുതുകയൊക്കെ ചെയ്യും. പക്ഷെ അച്ഛൻ നല്ല 1-2 നോവലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കാലമായിട്ട് അച്ഛൻ്റെ എഴുത്തൊന്നും അങ്ങ് വിജയിക്കുന്നില്ല, ഏജൻറ്റിനെ ഒന്നും കിട്ടുന്നില്ല, അല്ല എഴുതിയൊന്നും ശരിയാവുന്നില്ല, അല്ല എഴുതിയത് പല സ്ഥലത്തേക്ക് അയച്ചു കൊടുത്തിട്ട് ഏജൻറ്റുകൾ എടുക്കുന്നില്ല. അമ്മയ്ക്കാണെങ്കിൽ എഴുത്ത് പബ്ലിഷൊന്നും ചെയ്തിട്ടില്ല, ബട്ട് ഹെർ റൈറ്റിംഗ് ഇസ് സംതിങ് ദാറ്റ് ഏജൻറ്റ്സ് വോണ്ട്. അപ്പോൾ അവർ തമ്മിലുണ്ടാവുന്നൊരു റിഫ്റ്റ്. 2 ആൺകുട്ടികളാണ്. ആ ആൺകുട്ടികൾ എന്ത് പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ അവർ ഈ അച്ഛനമ്മമാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവരുടേതായ രീതിയിൽ, അപ്പോൾ അവർക്കൊരു പ്രശ്നം, ഈ പുസ്തകങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ, ഞാൻ പുസ്തകങ്ങൾ വായിച്ചില്ലെങ്കിൽ, എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും പുസ്തകം വായിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന പോലെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതെൻ്റെ കുറവാണോ എന്നൊക്കെ കുട്ടികൾക്ക് തോന്നുന്ന രീതിയിൽ. അപ്പോൾ അങ്ങനെ കുറേ റിലേഷൻഷിപ്സ്, ഫാമിലീൻ്റെ ഉള്ളിലുള്ള റിലേഷൻഷിപ്സും കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട്, ഐ തിങ്ക് ദിസ് ഓൾസോ ഗോട്ട് either it got an Academy nomination or an Academy Award for original screenplay എന്നാണ് എനിക്ക് തോന്നുന്നത്. OTT-യിൽ ഞാൻ നെറ്റ്ഫ്ലിക്സിലാണ് കണ്ട്. സോ ഇഫ് യു ഗെറ്റ് എ ചാൻസ് അത് ലേശം സ്ലോ ആയിട്ട് തോന്നാൽ മതി. ഹാൻഡ് ഹെൽഡ് ക്യാമറ കൊണ്ട് എടുത്തിട്ടുള്ളതാണെന്നാണ് പറഞ്ഞത്. 2008 എടുത്ത സിനിമയാണ്, 2005 8 എടുത്തിട്ടുള്ള സിനിമയാണ്. ചാൻസ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കണ്ടു നോക്കൂ. ഇറ്റ്സ് എ ലാംഗ്വേജ്, എന്താ പറയുക, ലാംഗ്വേജ് മോശം ലാംഗ്വേജ്, ബാഡ് ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞാൽ തെറിയൊക്കെ പറച്ചിലുമൊക്കെ ധാരാളമുള്ള കൂട്ടത്തിലാണ്. അത് കുട്ടികളും അച്ഛനമ്മമാരും ഒക്കെ കൂടി തെറി പറയുന്ന രീതിയിലൊക്കെയാണ് ആ സിനിമ ഉള്ളത്. സോ സം പീപ്പിൾ മൈറ്റ് നോട്ട് ബി ഏബിൾ ടു ഡൈജസ്റ്റ് ഇറ്റ് പ്രോപ്പർലി. അപ്പോൾ ഇതാണ് ഈ ആഴ്ച കണ്ട സിനിമകൾ. ഒക്കെ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുറച്ച് കൂടുതൽ കണ്ടുപോയി എന്നുള്ളൊരു തോന്നൽ ഇല്ലാണ്ടല്ല. എന്തായാലും അടുത്ത ആഴ്ചയോ അതിൻ്റെ അടുത്ത ആഴ്ച എപ്പോഴാണ് ഒരു കുറച്ച് 3-4 സിനിമ കണ്ട് ഇങ്ങനെ സമയത്ത്, അങ്ങനെ ഞാൻ ചെറിയൊരു യാത്രയിലായിരിക്കും. അപ്പോൾ അടുത്ത ആഴ്ച ചിലപ്പോൾ കാണാനധികം സമയം കിട്ടില്ല. ബട്ട് എനിവേ ഐ സീ യു ഓൾ സൂൺ. നിങ്ങൾ ഈ സിനിമകൾ കാണുക, വേറെ സിനിമകൾ കണ്ടാൽ അതും പറയാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പം അങ്ങനെയാക്കാം.